അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 3 നിന്നുള്ള 2 പാഠങ്ങളാണ്. ഓക്കെ, അപ്പോൾ അൽ അസ്മാഉൽ മൗസൂല റിലേറ്റീവ് സെൻറ്റൻസസ് എന്നാണ്. പരസ്പരം കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾക്കാണ് അൽ അസ്മാഉൽ മൗസൂല എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഒന്ന് സാമഹ്തു അല്ലദീ ശതമനി. സാമഹ്തു അല്ലദീ ശതമനി, എന്നെ കളിയാക്കിയവനെ ഞാൻ പുറത്തു കൊടുത്തു, അല്ലേ, ഇളവ് നൽകി എന്നർത്ഥം. അപ്പോൾ സാമഹ്തു, ഞാൻ ഇളവ് നൽകി, അല്ലെ, വിട്ടുവീഴ്ച ചെയ്തു. അവിടെ അല്ലതി ഇല്ലെങ്കിൽ സാമഹ്തു ശതമനി, എന്നെ ആക്ഷേപിച്ചു, പിന്നെ സാമഹ്തു, അവിടെ എന്താണ്, 2 ഫീലുകൾ ഒരുമിച്ചു എന്ന് വെച്ചാൽ ഒരു ബന്ധം കിട്ടുന്നില്ല, അല്ലേ. അപ്പോൾ ഈ 2 ജുംലകളെ ബന്ധിപ്പിക്കാൻ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഇസ്മിനാണ് എന്ത് പറയാം, ഇസ്മുൽ മൗസൂല എന്ന് പറയാം. ഫരിഹല്ലദാനി നജഹാ ഫിൽ ഇംതിഹാനി. ഫരിഹ സന്തോഷിച്ചു, അല്ലദാനി എങ്ങനത്തെ 2 പേർ, അല്ലെങ്കിൽ 2 പേർ സന്തോഷിച്ചു, നജഹ അവർ 2 പേർ വിജയിച്ചു, ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ വിജയിച്ച 2 പേർ. ഫരിഹ നജഹ ഫിൽ ഇംതിഹാനി എന്ന് പറഞ്ഞ 2 ഫീലുകൾ ഒരു ബന്ധമില്ലാതെ ഒപ്പം വന്നു. അപ്പോൾ അത് ആ 2 ഫീലുകളെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലദാനി ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. ഉഹിബുല്ലദീന അല്ലമൂനി, എന്നെ പഠിപ്പിച്ചവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ജാഅത്ത് അല്ലത്തി തഷ്തഗിലു ഫിൽ ദുക്കാൻ, കടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ വന്നു. ജാഅത്തില്ലത്താനി തദ്റുസാനി ഫിൽ ജാമിഅ, ജാമിയയിൽ പഠിക്കുന്ന 2 ആളുകൾ വന്നു, 2 സ്ത്രീകൾ വന്നു. ഫിൽ ജാമിഅത്തി മുദരിസാത്തുൻ അല്ലാത്തി യുദരിസ്ന ഫിൽ ബക്കാലൂരിയ, ഡിഗ്രി UGയിൽ പഠിപ്പിക്കുന്ന മുദരിസാത്തുകൾ വന്നു. അല്ലാത്തി തകല്ലംതു മഅ അല്ലദീന ഹും നാജിഹൂന, വിജയിച്ച ആളുകളോട് കൂടെ ഞാൻ സംസാരിച്ചു. ഇർഹം മൻ ദൂനക ഇർഹമു മൻ ഫൗക, നിന്റെ താഴെയുള്ളവരോട് നീ എന്ത് ചെയ്യുക, കരുണ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇർഹമുക മൻ ഫൗക, നിന്റെ മുകളിലുള്ള ആളുകൾ നിന്നോട് കരുണ ചെയ്യും. ലാ തഖുൽ മാ ലാ തഅലം, നിനക്ക് അറിയാത്തൊരു കാര്യത്തെ നീ എന്ത് ചെയ്യരുത്, പറയരുത്. യുബശ്ശിറുനി അയ്യുൻ അദ്ദ വാജിബഹു, തൻ്റെ ഡ്യൂട്ടി നിർവഹിച്ച ഒന്നിനെ നീ എന്ത് ചെയ്തോ, സന്തോഷ വാർത്ത അറിയിച്ചോ എന്ന് വെച്ചാൽ ആരാണോ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചത് അവനെ ആ സന്തോഷ വാർത്ത അറിയിച്ചോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഒന്നാമത്തെ അല്ലതി, അല്ലേ, പിന്നെയോ അല്ലദാനി, പിന്നെ പിന്നെ അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി, അല്ലദീന, പിന്നെ മൻ, അതേപോലെ മാ, അയ്യ്, ഇതൊക്കെ ഇസ്മു മൗസൂലകളാണ്. ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇദാ തഅമ്മൽതൽ കലിമാത്ത് ഫിൽ അംസില അൽ മുതഖദ്ദിമ തജിദു ഫിഹാ അസ്മാ യുഅ്താ ബിഹാ ലിറബ്തിൽ കലാമി വലിദ്ദലാലത്തി അലാ ഷൈഇൻ മുഅയ്യൻ. മേലെ പറയപ്പെട്ട ജുംലകളിലൊക്കെ ഒരു കലാമിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏതോ ഒരു വസ്തുവിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്മിനെ കൊണ്ടുവന്ന് കാണാം, അല്ലേ. അന്നഹ ഇദാ അഖദത് വഹ്ദഹ ലാ യളറു മിൻഹുൽ മഖ്സൂദു ബിഹാ വലാ തഹ്സുലു ഫായിദത്തു മിനൽ കലാം. ഉദാഹരണത്തിന് അല്ലദീന എന്നുള്ള ആ വാക്ക് മാത്രം എടുത്താൽ നമുക്കതിന് കൃത്യമായിട്ടൊരു അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. അർത്ഥം ഉണ്ടാവും, പക്ഷെ കൃത്യമായിട്ടൊരു അർത്ഥം കിട്ടൂല, ഒരു ഫായിദ ഉണ്ടാവില്ല. ഫലോ ഖുൽത സാമഹ്തുല്ലദീ എന്ന് മാത്രം പറഞ്ഞാലോ, ഫഖത്ത്, അത് മാത്രം പറഞ്ഞാൽ ഫലം യതവല്ലഹൽ മഖ്സൂദു ബിഹാ ലിസ്സാമിഅ, പക്ഷേ സംഗതി ഒരു അർത്ഥം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊരു വളരെ വ്യക്തമായിട്ടുള്ളൊരു അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ലാക്കിൻ ഇദാ അതൈത ബിജുംലത്തിൻ ബഅദഹാ വഖുൽത സാമഹ്തു അല്ലദീ ശതമനി എന്ന് പറഞ്ഞാൽ ഫസദു അയ്യനു ഹാദൽ മഖ്സൂദു ഫതഅറഫഹു ലിസ്സാമിഇ. നമ്മൾ അങ്ങനെ ആ ജുംല സാമഹ്തു അല്ലദീ ശതമനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും വ്യക്തമായി, അത് കേൾക്കുന്ന ആൾക്ക് അത് എന്ത് ചെയ്തു, വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. മനസ്സിലായോ? യുഅ്തബർ കലിമത്ത് അല്ലദീ മഅരിഫതൻ, അല്ലദീ എന്നുള്ളത് മഅരിഫത്തായിട്ട് പരിഗണിക്കപ്പെടും. ബിശർത്തി അൻ തുവസ്സല ബിജുംലത്തിൻ മുത്തസിലത്തിൻ ബിഹാ വതുബയ്യനുൽ മുറാദു മിൻഹാ, അത് ഒരു ജുംലയുമായിട്ട് ചേർന്ന് വരികയും വേണം. അതുകൊണ്ട് അവിടെ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാവുകയും വേണം. ഇപ്പോൾ ജാ അല്ലദീ ലൊറബനി, എന്നെ അടിച്ചെടുത്ത് വന്നു പറഞ്ഞപ്പോൾ ലൊറബനി എന്നുള്ള ജുംലയോട് കൂടി എന്ത് വന്നു, അല്ലദീ എന്നുള്ളത് വന്നു. മാത്രമല്ല അത് വെച്ചതോടുകൂടി അർത്ഥം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. വലിദാലിക തുസമ്മാ ഹാദിഹിൽ കലിമത്തു ഇസ്മുൽ മൗസൂലൻ, ഇതുകൊണ്ടാണ് ഇങ്ങനെ പരസ്പരം തൗസീൽ ചെയ്യുന്ന, പരസ്പരം കണക്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിന് ഇസ്മു മൗസൂല എന്ന് പറയുന്നത്. വതുസമ്മാ അൽ ജുംലത്തുൽ മുവല്ലഹ ലിമഅനാഹു സിലത്തുൽ മൗസൂൽ, വതുസമ്മൽ ജുംലത്തുൽ മുഹവ്വല ലിമഅനാഹു, ഏതൊന്നിൻ്റെ അർത്ഥമാണോ ഈ
ഇതുകൊണ്ട് വ്യക്തമാക്കപ്പെടുന്നത് ആ ജുംലക്ക് സിലത്തുൽ മൗസൂൽ എന്ന് പറയപ്പെടും. അപ്പോൾ ജാ അല്ലദീ ലൊറബനി എന്ന് പറയുമ്പോൾ ലൊറബനി എന്നുള്ളിടത്ത് സിലയായിരിക്കും. മനസ്സിലായല്ലോ? അസ്വിലത്തു തഷ്തമിലു അലാ ലൊമീരിൻ മുസ്തതിരിൻ. സിലയിൽ ഒരു ലൊമീർ മുസ്തതിർ ഉണ്ടാവും. യർജിഉ ഇലൽ ഇസ്മിൽ മൗസൂൽ, ഇസ്മിൽ മൗസൂലിലേക്ക് മടങ്ങുന്ന. വൈസമ്മ ഹാദൽ ലൊമീറു അല്ലദീ യർജിഉ മിന അസ്വിലത്തി ഇലൽ ഇസ്മിൽ മൗസൂലി ആഇദൻ. ഇസ്മു മൗസൂലിലേക്ക് മടങ്ങുന്ന സിലയിൽ നിന്നുള്ള ആ ലൊമീർ ഉണ്ടല്ലോ അതിന് ആയിദ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയുള്ള ഇസ്മു മൗസൂലുണ്ട്, പിന്നെയോ സിലയുണ്ട്, ആയിദുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും. വഹുവ ഷർത്തും മിൻ ശുറൂത്തിഹ, അങ്ങനെ ആയിദ് ഉണ്ടാവൽ ഇതിന് ഷർത്തിൽപ്പെട്ട ഒരു നിബന്ധനയാണ്. വഹാദിഹിൽ ജുംലത്തു ഇമ്മാ ഫിഅലിയ, ഒന്നുകിൽ ഫിഅലിയ ആയിരിക്കും, കമാ ഹിയ ഫി അക്സരിൽ അംസില, നേരത്തെ പറഞ്ഞ അധിക ഉദാഹരണത്തിൽ അങ്ങനെയാണുള്ളത്. ഔ ജുംലത്തുൻ ഇസ്മിയ, അല്ലെങ്കിൽ ഇസ്മിയ ആയിരിക്കും, കമാ നറാ ഫി ജുംലത്തിൻ തകല്ലംതു മഅ അല്ലദീന ഹും നാജിഹൂന. ഹും നാജിഹൂന എന്നുള്ളത് എന്താണ്? ജുംലത്തുൻ ഇസ്മിയാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയും വരാം. ഔ ശിബഹ് ജുംല, അല്ലെങ്കിൽ ശിബഹ് ജുംല ആയിട്ട് വരാം. ഐ ലൊർഫൻ, ലൊർഫായിട്ട് വരാം. മിസ്ല ഇർഹം മൻ ദൂനക ഇർഹം മൻ ഫൗഖക, ഫൗഖ് എന്നുള്ളത് എന്താണ്? ലൊർഫാണ്. അപ്പോൾ അങ്ങനെയും വരാം. ഔ ജാറമ മജ്റൂറൻ മിസ്ല ജാഹല്ലദീ ഫിദ്ദാരി, വീട്ടിലുള്ള ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ ഫിദ്ദാർ എന്നുള്ള ഒരു ജുംല തന്നെയാണല്ലോ അല്ലേ? ജാർ മജ്റൂറായ ഒരു ജുംലയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനിയോ തൻഖസിമുൽ അസ്മാഉൽ മൗസൂല ഇലാ ഖിസ്മൈനി, അൽ മൗസൂലത്തുൽ ആമ്മ വൽ അസ്മാഉൽ മൗസൂലൽ ഖാസ്സ. അസ്മാഉൽ മൗസൂല ആമ്മ ഉണ്ട്, അസ്മാഉൽ മൗസൂല ഖാസ്സ ഉണ്ട്. ആമ്മായ ഇസ്മുൽ മൗസൂലിൽപ്പെട്ടതാണ് മൻ, മാ, അയ്യ് എന്നുള്ളതൊക്കെ. തുസ്തഖ്ദമു ലിൽ മുദക്കരി വൽ മുഅന്നസി വൽ മുഫ്രദി വൽ മുസന്ന വൽ ജമീ അലാ ഹദ്ദിൻ സവാഇൻ. ഇത് ജമാവട്ടെ, മുഫ്രദാവട്ടെ, മുദക്കറാവട്ടെ, മുഅന്നസാവട്ടെ, എല്ലാത്തിനും അതിൻ്റെ ഒക്കെ ഒരുപോലെ ഉപയോഗിക്കപ്പെടും. എന്നാൽ വലാകിൻ അൽ അസ്മാ അൽ മൗസൂൽ അൽ ഖാസ്സ യഖ്തസു കുല്ലു വാഹിദി മിൻഹാ ബിദലാലത്തിൻ മുഅയ്യന വനുബയ്യിനുഹാ ലാഹിഖൻ. അത് വ്യത്യസ്തമായ ഓരോ കൃത്യമായ അർത്ഥങ്ങളിലൂടെ സൂചിപ്പിക്കുന്നതാണ് ചില അസ്മാ ഉൽ മൗസൂൽ ഉണ്ട്. അതിനാണ് അസ്മാ ഉൽ മൗസൂൽ ഖാസ്സ എന്ന് പറയുന്നത്. തുആമിലുൽ അസ്മാ ഉൽ മൗസൂല അല്ലതി ലഹിഖത്ഹാ അൽ അലിഫ് വൻ നൂൻ അവ അൽ യാ വൻ നൂൻ മുആമലത്തുൽ മുസന്ന ഫി ഹലത്തി റഫ്ഇ വൻ നസ്ബി വൽ ജരി. ഈ അലിഫുൻ നൂനോ അല്ലെങ്കിൽ യാ നൂനോ ചേർന്ന് വന്ന ഇസ്മുൽ മൗസൂല ഉണ്ടല്ലോ, അതിനോട് കൂടെ അത് മുസന്നയുടെ ഇറാബ് ചെയ്യും. മുസന്ന എന്താണെന്ന് വെച്ചാൽ നസ്ബിൻ്റെ സ്ഥാനത്താകുമ്പോൾ യാ നൂനായിരിക്കും, പിന്നെ റഫിൻ്റെ സ്ഥാനത്താണെങ്കിൽ അലിഫുൻ നൂനായിരിക്കും. മനസ്സിലായല്ലോ? ഹാദിഹി ഹിയൽ അസ്മാ ഉൽ മൗസൂല ഫിൽ അറബിയ. അറബി വ്യാകരണത്തിലുള്ള അസ്മാ ഉൽ മൗസൂലുകളാണ് താഴെ പറയുന്നത്. അല്ലദീ എന്നുള്ളതിൽ മുദക്കരിൽ മുഅന്നസി, മുഅന്നസ് മുദക്കറിനാണ് ഉപയോഗിക്കുക. അല്ലദീന ലി ജമാഅത്തി ദുക്കൂരി, ഒരു കൂട്ടം പുരുഷന്മാരെ കുറിച്ച് സൂചിപ്പിക്കാൻ. അല്ലത്തിൽ ലിൽ മുഫ്രദത്തിൽ മുഅന്നസത്തി, മുഫ്രദ് മുഅന്നസത്തിനാണ് ഉപയോഗിക്കുക. അല്ലാത്തിൽ ജമാഅത്തിൽ ഇനാസി, ഒരു കൂട്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്തി ഉപയോഗിക്കുക. അല്ലദാനിൽ മുസന്ന അൽ മുദക്കർ, മുസന്ന മുദക്കറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മൻ എന്നുള്ളതിൽ ആക്കൽ മുത്തലക്കൻ, ബുദ്ധിയുള്ള എല്ലാത്തിനെ കുറിച്ച് നമുക്ക് മൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലത്താനിൽ മുസന്നൽ മുഅന്നസി, മുഅന്നസ് മുസന്ന. ഓക്കെ, മാലി ഗൈരിൽ ആഖിലി മുത്തലഖൻ, മുത്തലഖൻ നൽക്ക് എന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത എല്ലാ സാധനത്തെക്കുറിച്ചും മൗസൂലായിട്ട് വേണമെങ്കിൽ മാ ഉപയോഗിക്കാം. ഐ എന്നുള്ളത് ലിൽ ആഖിലി വല്ല ഗൈരിൽ ആഖിലി, ആഖിലിനും ഗൈറുൽ ആഖിലിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇസ്മുൽ മൗസൂല എന്നുള്ള പാഠത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കായിക ഉണ്ട്. അൽ ഇസ്മുൽ മൗസൂൽ ഇസ്മുൻ മഅരിഫത്തുൻ യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബിജുംലത്തിൻ ബഅദഹു തുസമ്മ സിലത്തൻ. ഇസ്മുൻ മുഅയ്യനുൻ ഇസ്മുൻ മഅരിഫത്തുൻ, ഒരു മഅരിഫയായ ഇസ്മാണ്. യതഅയ്യനുൽ മഖ്സൂദു മിൻഹു, ആ ജുംല ഇസ്മിൽ നിന്നുള്ള ഉദ്ദേശം വ്യക്തമാകും. ബിജുംലത്തിൻ, ഒരു ജുംല കൊണ്ട്. ബഅദഹു, ആ ഇസ്മിന് ശേഷമുള്ള ജുംല കൊണ്ട്. തുസമ്മ സിലത്തൻ, സില എന്ന പേര് പറയപ്പെടുന്ന ആ ഇസ്മിന് ശേഷം വരുന്ന ജുംല കൊണ്ട് മാത്രം മനസ്സിലാവുന്ന ഒരു ഇസ്മാണ് ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ. യജിബു അൻ തശ്തമില സിലത്തു അലാ ളമീരിൻ യഊദു അലൽ മൗസൂലി യുസമ്മ ആഇദൻ. ഈ മൗസൂലിലേക്ക് മടങ്ങുന്ന ഒരു ളമീർ തീർച്ചയായിട്ടും സിലയിലുണ്ടായിരിക്കണം, അതിന് ആയിദ് എന്ന് പറയപ്പെടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയുള്ളത് അദവാത്തു ഷർത്തി എന്നുള്ള പാഠമാണ്. അദവാത്തു ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സെൻറ്റൻസ്. നീ വന്നാൽ ഞാൻ പോകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനത്തെ ലഫ്ലുകൾക്കാണ്, അങ്ങനത്തെ അദാത്തുകൾക്കാണ്, അങ്ങനത്തെ ടൂൾസുകൾക്കാണ് എന്ത് പറയുന്നത്? അദവാത്തു ഷർത്ത് എന്ന് പറയുന്നത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കൂ. തഅമ്മൽ അൽ അംസല താലിയ, ഉദാഹരണങ്ങൾ നോക്കി വെക്കും. മൻ യഅ്കുൽ കസീറൻ, ആരെങ്കിലും അമിതമായി തിന്നാൽ യത്ഖം, അവനക്ക് ദഹനക്കേട് അസുഖം ഉണ്ടാവും. ഇത് മാ തഅമ്മൽ കസീറൻ,
നീ നന്നായി പണിയെടുത്താൽ അല്ലെങ്കിൽ അധികമായിട്ട് ജോലി ചെയ്താൽ, തഅബ് നീ എന്ത് ചെയ്യും, തഅബ് എന്നല്ല തത്അബ് നീ എന്ത് ചെയ്യും, ക്ഷീണിതനാകും. മാ തുത്ലഫ് മിൻ മാലിക തന്തം അലൈഹി നിന്റെ സമ്പത്തിൽ നിന്നും നീ നഷ്ടപ്പെടുത്തുന്ന ഒന്ന്, തന്തം അലൈഹി അതിൻ്റെ മേൽ ദുഃഖിക്കും. അപ്പോൾ മഹ്മാ തുൻഫഖ് ഫിൽ ഖൈരി യുഖ്ലഫുല്ലാ അയ്യുംരിഇൻ തുസാദിഖുഹു തൻസഹു തുസാദിഫുഹു ട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് ഉദാഹരണങ്ങൾ വരുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അപ്പോൾ ഇതിന് വേറെയും കുറേ ചില പ്രത്യേകതകളുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. إذا تأملت الأمثلة السابقة تجد أن في كل جملة أداة الشرط. നേരത്തെ ഉദാഹരണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകുമെന്ത്, രണ്ട് ജുംലത്തി ഷർത്തി ജുംലത്തി ജവാബ് ഷർത്തി, ജവാബ് ഷർത്തിൻ്റെയും ഷർത്തിൻ്റെയും ജുംലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അദാത്തിനവിടെ കാണാം. അന്ന ഹുസൂൽ അവലിഹിമ ഷർത്തുൻ ഫി ഹുസൂലി സാനി, രണ്ടാമത്തത് സംഭവിക്കാനുള്ളതിനെ ഷർത്താണ് ഒന്നാമത്തത് സംഭവിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് നന്നായി ഭക്ഷണം കഴിച്ചാൽ ദഹനക്കേടുണ്ടാവും. അപ്പോൾ ദഹനക്കേട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തതായ നല്ല ഭക്ഷണം, നന്നായി ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്നല്ല, നന്നായി അമിതമായ ഭക്ഷണം കഴിക്കണം. മനസ്സിലായല്ലോ. ഔ അന്ന ഹുസൂല സാനി ജസാഉ ലിഖാഇൽ അവലി, അല്ലെങ്കിൽ രണ്ടാമത്തത് സംഭവിക്കുക എന്നുള്ളത് ഒന്നാമത്തതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഫൽ മിസാലുൽ അവ്വലു, ഒന്നാമത്തെ ഉദാഹരണം, യുഫീദു അന്ന കസ്റത്തൽ അക്ലി ഷർത്തുൻ ഫീ ഹുസൂലി തുഖ്മതി ഔ അന്ന തുഖ്മത ജസാഉ കസ്റത്തിൽ അക്ലി. മനസ്സിലായാലോ. എന്ന് വെച്ചാൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അമിതമായി തിന്നുക എന്നുള്ളത് തുഖ്മത്ത് ഉണ്ടാവാനുള്ള ഷർത്താണ്, അല്ലെങ്കിൽ അമിതമായി കഴിക്കുക എന്നുള്ളത് പ്രതിഫലനമാണ് തുഖ്മത്ത് എന്നുള്ളത്. മനസ്സിലായാലോ. അപ്പോൾ ഇതാണ് ഷർത്തിയായ ജുംല എന്ന് പറഞ്ഞാൽ. വൈദാലിക യുസമ്മൽ ഫിഅലുൽ അവ്വലു ഫിഅലു ഷർത്തി, അതുകൊണ്ടാണ് ഒന്നാമത്തതിന് ഫിഅലു ഷർത്ത് എന്നും രണ്ടാമത്തതിന് ജവാബുഹു വ ജസാഉഹു എന്നൊക്കെ പറയുന്നത്. വൈദാ തത്തബഅത കിലൽ ഫിഅലൈനി മുദാരിഅൈനി ഫി ഷർത്തി വൽ ജവാബി മജ്സൂമൈനി, ഈ രണ്ട് ഫിഅലുകളും ജസ്മ് ചെയ്യപ്പെട്ടായി തന്നെ കാണാൻ പറ്റും. ലം നജിദ് സബബഹു സിവാ ദുഖൂലി അദവാത്തി ഷർത്തിൽ മദ്കൂറ ഫിൽ അംസില, പക്ഷെ നമ്മൾ മുന്നേ ജസ്മ് ചെയ്യുന്ന അദാത്തുകളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, ആ അദാത്തുകളൊന്നും ഇവിടെ കാണുന്നില്ല അല്ലേ. ഹിയ തുഫീദു ഷർത്തൻ വജസ്മൻ ലിൽ മുളാരിഇ മഅൻ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇവിടെ ഫീൽ മുളാരിക്ക് ജസ്മും ഷർത്തും ഒരുപോലെ ഫായിദ വെപ്പിക്കുന്നതാണ്. മനസ്സിലായല്ലോ. വകദാലിക, അപ്രകാരം തന്നെയാണ്, യജിബു തർത്തീബു സാനിഹിമ അലാ അവലിഹിമ, യജിബു തർത്തീബു സാനിഹിമ, ഈ രണ്ട് ഷർത്തിൻ്റെയും എന്ന് വെച്ചാൽ ഷർത്തിൻ്റെയും ജവാബിൻ്റെയും ജുംലകളിൽ നിന്ന് രണ്ടാമത്തതിനെ അല്ലേ അലാ അവലിഹിമ അതിൻ്റെ ഒന്നാമത്തതിനേക്കാൾ. വലാകിൻ ഹുനാക കസീറത്തും മിനൽ അദവാത്തി ഷർത്തി ഗൈറ ജാസിമ, ജസ്മി ചെയ്യപ്പെടാത്ത ഷർത്തുകളൊക്കെ ഉണ്ട്, അദാത്തുകളൊക്കെ ഉണ്ട്. അൽ മുനാഖശതു ഹൗലഹ സതഅതി ഫീ മകാനിൻ ആഖർ, ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചർച്ച വേറെ വരാനുണ്ട്. ഓക്കെ. പിന്നെയോ വൈദാ നദർത ഇലാ കുല്ലി മിസാലി മിനൽ അംസിലൽ മദ്കൂറ അലാ ഹുദൂദി ഫീഹാ കസീറത്തുൻ മിൻ അദവാത്തി ഷർത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഷർത്തിൻ്റെ അദാത്തുകൾ നിങ്ങൾക്ക് കാണാം. തഗയ്യറുൽ അദവാത്തു ബിഹസ്ബി ദലാലത്തി കുല്ലി മിൻഹ, ഓരോന്നിൻ്റെയും ദലാലത്തിനനുസരിച്ച് അത് മാറ്റം വരും. വബിഹസ്ബി മാ തുഷീറു ഇലൈഹി മിൻ സമാനിൻ വ മക്കാനിൻ, ഓരോ കാലത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറുമ്പോൾ അതിങ്ങനെ മാറും. വഹാലിൻ വ ആഖിലിൻ വ ഗൈറ ആഖിലിൻ എന്നുള്ള അവസ്ഥയിലൊക്കെ അത് മാറും. യുസ്തഖ്ദമു അദവാത്തു അക്സരി മിൻ വാഹിദിൽ മക്കാനി വ സമാനി, സമാനെ മക്കാനിയെ സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്നോ അതിലധികമായിട്ട് എന്ത് ചെയ്യാം അദാത്തുകൾ ഉപയോഗിക്കാറുണ്ട്. ആഖിലിൻ വ ഗൈറ ആഖിലിൻ, ഹുനാക അദവാത്തുൻ മഖ്സൂസ, എന്നാൽ ആഖിലിനും ഗൈറ ആഖിലിനും എന്നിട്ട് വ്യത്യസ്തമായ അദാത്തുകളുണ്ട്. അദാത്തു വാഹിദത്തിൻ തുസ്തഖ്ദമു ഫീ കുല്ലി മക്കാൻ നുബയ്യിനു ഹാദിഹിൽ അദവാത്ത് ബയാനഹ വ ഇജ്മാല മആനിഹ, നമ്മളിവിടെ അതിൻ്റെ ഓരോ ഹർഫിൻ്റെയും ഓരോ അദാത്തിൻ്റെയും ചെറിയ അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കുക, അദവാത്തു ഷർത്തുൽ ജാസിമ ലിൽ ഫിഅലൈനി മുളാരിഅൈനി ഹിയ, ഇൻ വ ഇദ്മ എന്നുള്ള രണ്ട് ഹർഫുകളാണ് ഫീൽ മുളാരിക്ക് ജസ്മ് ചെയ്യുന്ന ഷർത്തിൻ്റെ അദാത്തുകൾ. മനസ്സിലായല്ലോ. വമൻ വ മഹ്മ എന്നുള്ളത്, വമത വ അയ്യാന വ ഐന വ അന്ന വ ഹൈസുമ വ കൈഫമ വ അയ്യ എന്നുള്ളതൊക്കെ ജമീഉഹ അസ്മാഉൻ, ഇതൊക്കെ ഫീൽ മുളാരിൻ്റെ ജസ്മ് ചെയ്യുന്നത് തന്നെയാണ്.
മറിച്ച് ആദ്യം പറഞ്ഞ 2 ഹർഫുകളും ഇപ്പോൾ 3 ഹർഫുകളുണ്ട്. മനസ്സിലായല്ലോ. ഇനിയോ തുസ്തഖ്ദമു ഹാദിഹിൽ അദവാതു കമാ യഅതി, താഴെ വരുന്നത് പോലെയാണ് ഇത് ഉപയോഗിക്കുക. എങ്ങനെയാണത്? മൻ എന്നുള്ളത് ലിൽ ആഖിലി ഗാലിബൻ, അത് ആഖിലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മ എന്നുള്ളത് ഗൈറിൽ ആഖിലി, ആഖിൽ അല്ലാത്തതിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് മ എന്നുള്ളതോ ലാ യദുല്ലു അലാ സമാനിൻ ഔ മക്കാനിൻ ഔ ആഖിലിൻ ഔ ഗൈറ ആഖിലിൻ, ഒന്നും പെടാത്തതിലാണ്. മഹ്മ എന്നുള്ളത് ഗൈറുൽ ആഖിലിനാണ്. മത്ത എന്നുള്ള സമാനിന് വേണ്ടിയിട്ടാണ്. അയ്യാന എന്നുള്ളത് സമാനിന് വേണ്ടിയിട്ടാണ്. ഐന എന്നുള്ളത് സമാനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അന്ന എന്നുള്ളതും സമാനിന് വേണ്ടിയിട്ടാണ്. ഹൈസുമ ലിൽ മക്കാനിന് വേണ്ടിയിട്ടാണ് ഹൈസുമ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. കൈഫമ ഒരു ഹാൽ വ്യക്തമാക്കാൻ വേണ്ടി. അയ്യ എന്നുള്ളത് തസ്ലുഹുലി ജമീഅൽ മആനിൽ മുതഖദ്ദിമ, നേരത്തെ പറഞ്ഞ എല്ലാ അർത്ഥത്തിനും എന്ത് ചെയ്യാറുണ്ട്? അയ്യ എന്നുള്ള ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇസ്മുൽ മൗസൂലയും അസ്മാ ഷർത്തുമാണ് ഈ പാഠത്തിൽ പഠിച്ചത്. പരസ്പരം ചെറിയൊരു ബന്ധമുണ്ടെങ്കിലും എന്നാൽ ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് അറബി ഗ്രാമറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ സൂക്ഷിച്ച് പഠിക്കുക. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും, ശുക്രൻ ജസീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.